യോഗ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പഠിച്ചായിരുന്നു. നമ്മുടെ ബ്രീതിങ് ക്വാളിറ്റിയുടെ മേളിൽ നമ്മുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എത്ര നാള് ജീവിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രീതിങ്ങിലാണ്. ഫോർ എക്സാമ്പിൾ, പട്ടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. കിളികള് ഫാസ്റ്റ് ആയിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്, ഷാലോ ബ്രീത്തിങ് ആണ് അവരുടെ. പക്ഷെ നേരെ തിരിച്ച് ടേർട്ടിൽ ഭയങ്കര ഡീപ്പ് ബ്രീതിങ് ആണ് അവർ ചെയ്യുന്നത്, സ്ലോ ബ്രീതിങ് ആണ് അവരുടെ. അപ്പോൾ അവർ ജീവിക്കുന്നതും പട്ടിക്കാകെ 12-14 വർഷത്തെ ലൈഫ് സ്പാനേ ഉള്ളൂ. നേരെ തിരിച്ച് ടേർട്ടിൽ ഒരുപാട് നാൾ ജീവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡീപ്പ് ബ്രീതിങ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഓട്ടോമാറ്റിക് കാം ആവാൻ തുടങ്ങും. നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ കിട്ടുവാണ്, യെസ് വി ആർ സേഫ് എന്നുള്ളൊരു സിഗ്നൽ നമ്മുടെ ബ്രെയിനിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷാലോ ബ്രീതിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ബോഡിയും മൈൻഡും ഒരു സ്ട്രെസ് മോഡിലാണ്, മീൻസ് രക്ഷപ്പെടണം, നമ്മൾ സ്ട്രെസ്സിലാണ്, അങ്ങനെ ഒരു മോഡിലാണ് ഇരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ച് ഡീപ്പ് ബ്രീതിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡിക്ക് ഒരു മെസ്സേജ് ചെന്നുകൊണ്ടിരിക്കുകയാണ്, ഫ്രം ബ്രെയിൻ ഒരു മെസ്സേജ് ചെല്ലുവാണ്, യെസ് വി ആർ സേഫ്, എല്ലാം ഓക്കെ ആണെന്നുള്ളൊരു മെസ്സേജ് ഇങ്ങനെ നമ്മുടെ ബോഡിക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് ബ്രീതിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു സീക്രട്ട് മെഡിസിൻ തന്നെയാണ്. ഇതിൻ്റെ വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നറിയാമോ ഡീപ്പ് ബ്രീതിങ്ങിൻ്റെ? അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ബൈ.